വേറൊരു മഹർഷി തന്നു, ഭൃങ്കിന്നോ എന്തോ മറ്റാണ് പേര്. അയാൾക്ക് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാനാണ് താല്പര്യം. സ്ത്രീകളെ പ്രദക്ഷിണം ചെയ്യില്ല, അമ്മയെ നമസ്കരിക്കില്ല, അമ്മയെ പ്രദക്ഷിണം ചെയ്യില്ല. മാക്സിമം നോക്കിയിരിക്കും ഭഗവാൻ എപ്പോഴാണ് ഒറ്റയ്ക്കുള്ളത്, അപ്പോഴേ പോവുള്ളൂ. അമ്മ ഉണ്ടെങ്കിൽ അമ്മയോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് എന്നൊക്കെ ചുമക്കണ പോലെ ആക്കും. ഇത്തിരി വെള്ളം തരുമെന്ന് നോക്കിയോ, അപ്പൊ ഭഗവതി എടുക്കാൻ പോണ സമയത്ത് കറങ്ങി വരും. ഒരു ദിവസം വിചാരിച്ചു ഇത്ര എന്ത് വിലയെ കൊണ്ട് എന്നെ കൂടി ഒന്ന് നമസ്കരിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന്. അമ്മ വെള്ളം ചോദിച്ച സമയത്ത് തോഴിമാരോ അവരോട് പറഞ്ഞു, ഇയാൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കുക, ഞാൻ പോയില്ല എന്ന്. ഇന്ന് എന്നെ കൂടി പ്രദർശനം ചെയ്യിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അത് അമ്മയ്ക്ക് അഹങ്കാരം ഉണ്ടായെന്നൊന്നുമില്ല. അങ്ങനെ ഭേദഭാവം പാടില്ലല്ലോ. ശിവനെയും ശക്തിയും വേറായി കാണാൻ പാടില്ല എന്ന് അമ്മയ്ക്ക് തോന്നിയോണ്ടാ. അപ്പൊ ഇയാൾ അതിനേക്കാൾ വലിയ മെയിൽ ഷോണിസ്റ്റ് ആയതുകൊണ്ട് മുപ്പത് ഭഗവാനോട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കൈലാസത്തിന്റെ ഏതോ ഭാഗത്തേക്ക് മാറി നിന്നിട്ട് വണ്ടായിട്ട് രൂപം മാറി തിരിച്ചു വന്ന് ഭഗവാന്റെ കാലിന്റെ ഇടയിൽ കൂടെ മാത്രം കറങ്ങാൻ തുടങ്ങി തറേ ശിവന്റെ. എന്നാലും അമ്മയെ നമസ്കരിക്കില്ല. ദേവി വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചു തറേ. അയാളുടെ ശരീരം കത്തിപ്പോയി എന്നാണ് വണ്ടിന്റെ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഭഗവതിയോട് ചോദിച്ചു, എന്തിനാ ഉമ്മയെ കത്തിച്ചത്? അമ്മ പറഞ്ഞു എന്നാണ്, അയാൾക്ക് ആത്മാവായിട്ടുള്ള ശിവൻ മാത്രം മതി, ദേവിയാകുന്ന ശരീരം ആവശ്യമില്ല. നമ്മുടെ ഈ ശരീരം എന്ന് പറയണത് ദേവിയാണ്, ഇതിനകത്തിരിക്കുന്ന ആത്മാവ് എന്ന് പറയണത് ശിവനാണ്. രണ്ടും ഒരുപോലെ കണ്ട് ആരാധിക്കുക. അതല്ലാതെ ശരീരം മാത്രം മതിയെന്നും കരുതരുത്, ആത്മാവ് മാത്രം മതിയെന്നും കരുതരുത്. രണ്ടും തമ്മിൽ ഭേദഭാവം കാണാനേ പാടില്ല. എങ്ങനെയാണോ ശിവനും വിഷ്ണു ഒന്നാണ് നമ്മൾ പറഞ്ഞത്, അതുപോലെ ശിവപാർവതിമാരെ അർദ്ധനാരീശ്വരനായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അച്ഛനില്ലാത്ത ആൾക്കാർക്ക് അച്ഛനായിട്ടും അമ്മയില്ലാത്ത ആൾക്കാർക്ക് അമ്മയായിട്ടും അവർ രണ്ടുപേരും ഈ ലോകത്തുള്ളത് കൊണ്ടാണ് എത്രയോ ആളുകൾ ഒരു പിതാവിന്റെ വാത്സല്യവും മാതാവിന്റെ വാത്സല്യവും ഇന്നും അനുഭവിക്കുന്നത്.